ഈ പറയുന്ന പോസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനും ഇതിന്റെ ഇൻസൈറ്റുകൾ അറിയാനും ഈ പറയുന്ന മെസ്സേജ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു ബിസിനസ് ടൂൾ ഉണ്ട്. ഈ ഫേസ്ബുക്കിന് തന്നെ ഒരു ബിസിനസ് ടൂൾ ഉണ്ട്. അതാണ് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും മെറ്റ ബിസിനസ് സ്യൂട്ട്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ മെറ്റ ബിസിനസ് സ്യൂട്ടിന് കുറെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഈ കാണുന്ന അസറ്റ്സുകളെല്ലാം നിങ്ങൾ പ്രൊഫൈലിന് കണക്ട് ചെയ്തിട്ടുള്ള അസറ്റ്സുകളാണ്. അസറ്റ്സ് എന്ന് പറയുന്നത് പേജുകളും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും. ഈ പ്രൊഫൈലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ ടൈപ്പ് അസറ്റ്സുകളും എല്ലാം നമുക്ക് ഈ ബിസിനസ് സ്യൂട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ബിസിനസ് സ്യൂട്ട് വഴി നമുക്ക് മൾട്ടിപ്പിൾ അസറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിസ്റ്റ എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന ലിസ്റ്റഡ് അക്കൗണ്ട്സ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ സെർച്ച് ചെയ്തു, അത് സെലക്ട് ചെയ്തു. കണ്ടോ, ഇത് എന്റെ ബിസിനസ് സ്യൂട്ടിന്റെ ഇന്റർഫേസ് ആണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കണക്ട് ചെയ്തത് കൊണ്ട് എനിക്ക് ഈ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഓവറോൾ ഇൻസൈറ്റുകളും മെസ്സേജും എല്ലാം എനിക്ക് ഈ ഒറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് കാണാനും അതുമായിട്ട് എൻഗേജ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൂൾസ് ആണ് ഞാൻ ബിസിനസ് സ്യൂട്ടിൽ ഇപ്പൊ പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടോ, ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം. ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ കാണാൻ പറ്റും. അതിന്റെ നമ്മളെ ലാസ്റ്റ് 28 ട്രെൻഡ്സ് കാണാൻ പറ്റും. അങ്ങനെ വന്ന മെസ്സേജ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ടിലും വന്ന മെസ്സേജിന്റെ ഇൻസൈറ്റ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് പർപ്പസിനൊക്കെ ഈ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടിലും പോകേണ്ട ആവശ്യമില്ല. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ പേജിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് കാണാൻ പറ്റും. അതിനെ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോ അതിന്റെ തൊട്ട് താഴെയുള്ള അടുത്തൊരു ഓപ്ഷനാണ് ഇൻബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഹോം, നോട്ടിഫിക്കേഷൻ, ഇൻബോക്സ്. ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേജും ഇൻസ്റ്റഗ്രാമും കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഓൾ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ലോഡ് ആവുന്നേ ഉള്ളൂ. കുറെ മെസ്സേജ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ലോഡ് ആവാൻ സമയം എടുക്കുന്നത്. അപ്പോൾ ഈ ഓൾ മെസ്സേജിൽ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജസ്, കമന്റ്സ്, ഇതെല്ലാം നമുക്ക് ഈ ഓൾ മെസ്സേജിൽ കാണാൻ പറ്റും. ഇനി മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ വരുന്ന മെസ്സേജസ്, ഫേസ്ബുക്ക് പേജ് വഴി നമ്മളെ മെസ്സഞ്ചറുമായിട്ട് നടക്കുന്ന മെസ്സേജസ് എല്ലാം ഇവിടെ കാണാം. നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, അതിന് ലേബിൾസ് കൊടുക്കാം, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇത് വാട്സപ്പിന്റെ ഒരു API കണക്ഷൻ ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറൊരു വാട്സപ്പ് നമ്പർ, നമ്മൾ ഒരിക്കലും പേജുമായി കണക്ട് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ അല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഇൻഡിപെൻഡന്റ് അക്കൗണ്ട് ആണ്. ഇപ്പൊ നമ്മളൊരു ഫോണിൽ ഒരു വാട്സപ്പ് അക്കൗണ്ട് എടുക്കുന്നത് പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന ഒരു വാട്സപ്പ് അക്കൗണ്ട് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫേസ്ബുക്ക് പേജിൽ കണക്ട് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ആക്സസ് നഷ്ടപ്പെടും. ഇതൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഈ വാട്സപ്പ് ഫുള്ളി ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ് സ്യൂട്ട് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും കയറി ഒരിക്കലും നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് കയറി കണക്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വാട്സപ്പ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫേസ്ബുക്കിന്റെ ബിസിനസ് പർപ്പസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, പിന്നീട് ഫേസ്ബുക്ക് കമന്റ്സ്, ഇൻസ്റ്റാഗ്രാം കമന്റ്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാനും അതിൽ ഇന്ററാക്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഇൻബോക്സിന്റെ ഒരു ഗുണം. കാരണം നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മെസ്സേജസും കമന്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നീടാണ് കോണ്ടന്റ്. കോണ്ടന്റ് എന്നൊരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആഡ്സ് ഉണ്ടാവും, പോസ്റ്റുകൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ റീച്ചും ലൈക്കും ഇന്ററാക്ഷൻസും ഒക്കെ നമുക്ക് ടൈം പീരീഡ് അനുസരിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നിട്ട് ഓരോ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ നമ്മളെ ഈ കോണ്ടന്റുകളുടെ റീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നീടുള്ളത് പ്ലാനർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് പ്ലാനർ എന്ന് പറയുന്നത്. പ്ലാനർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അറ്റ് എ ടൈം നമുക്ക് കോണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ പ്ലാനറിൽ വന്നാൽ മതി. ഇവിടെ വന്നിട്ട് ഇത് പ്ലാനറാണ്. പ്ലാനറിൽ വന്നിട്ട് നമുക്ക് മുന്നോട്ടുള്ള ഏത് ഡേറ്റിലേക്ക്, എത്ര മാസം മുന്നോട്ട് വേണമെങ്കിലും നമുക്ക് പ്ലാനർ വെച്ച് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാം. അത് പോസ്റ്റ് മാത്രമല്ല, ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് കൊടുത്താല് കണ്ടോ, പോസ്റ്റ്, സ്റ്റോറി, റീല്, ബൾക്കായിട്ടുള്ള അപ്ലോഡ്സ്, ഇതെല്ലാം എനിക്ക് വേറൊരു ഡേറ്റിലേക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ ഈ പ്ലാനർ വഴി സാധിക്കും. ഇപ്പൊ ഞാൻ പ്ലാനറിൽ വന്നിട്ട് ഇപ്പം
ഇതാണ് പ്ലാനറിന്റെ ഇന്റർപ്രൈസ് കണ്ടോ, ഒരു കാലണ്ടർ പോലെയാണ്. അപ്പൊ ഈ പ്ലാനറിൽ വന്നിട്ട് ഞാൻ ഒരു ഡേറ്റിൽ വരുവാണ്. ഇത് ഇന്ന് ശനിയാഴ്ച 24 ഇന്നത്തെ ദിവസം ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് കൊടുത്തു. എന്താണ് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കോണ്ടന്റ്, ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് തന്നെയാണ് കോണ്ടന്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് പോസ്റ്റ് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അറ്റ് എ ടൈം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോകണമെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് സെലക്ടഡ് ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അൺടിക്ക് ചെയ്യാം. അൺടിക്ക് ചെയ്തിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് വേണ്ടതെന്ന് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ പേജ് വേറെ മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻഡ് ആണെങ്കിൽ ആ ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് അതേ സമയം തന്നെ ഈ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആഡ് ഫോട്ടോ ഓർ ആഡ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോണ്ടന്റ് ആണോ പബ്ലിഷ് ചെയ്യുന്നത് അത് ലോഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും ഡിസ്ക്രിപ്ഷൻസും ഹാഷ്ടാഗുകളും എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ പിന്നെ ബട്ടൺസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറോ വാട്സ്ആപ്പ് ബട്ടൺ ആണെങ്കിൽ അത് കണക്ട് ചെയ്യാം, ലൊക്കേഷൻ ടാഗ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് സ്കെഡ്യൂൾ ഓപ്ഷനിൽ വന്നിട്ട് സെറ്റ് ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ദിവസം ആണ് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ടൈമാണ് എന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കോണ്ടന്റുകൾ പബ്ലിഷ് ആവും. ഇപ്പം ഇവിടെ ആക്റ്റീവ് ടൈം എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് തരുന്ന സജഷൻ ആണ്. നിങ്ങളെ കറണ്ട് പേജിലെ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ടൈമുകൾ ഇതൊക്കെയാണ് എന്നൊരു സജഷൻ ആണ് അവർ തരുന്നത്. വേണമെങ്കിൽ ഈ സജഷൻസ് എടുത്തിട്ട് ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ടൈമിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം പബ്ലിക് കൊടുത്തിട്ട് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത ഡേറ്റിൽ ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കോണ്ടന്റ് എന്താവും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പല പല ഡേറ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന സ്റ്റോറീസ് ആയിക്കോട്ടെ, ഈ ബാക്കി ഏത് മീഡിയ ഫയൽസ് വേണമെങ്കിലും നമുക്ക് ഈ രണ്ട് പ്ലാറ്റ്ഫോമിന് അറ്റ് എ ടൈം നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പ്ലാനറിലുള്ളത്. ഓക്കെ, ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിനകത്ത് നമുക്ക് എങ്ങനെ കണ്ടന്റ് ഇടാമെന്ന് പറഞ്ഞു, പിന്നെ അതിനകത്ത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു അക്കൗണ്ട് കണക്ട് ചെയ്യണം, അല്ല ഒരു വ്യക്തിക്ക് എങ്ങനെ പേജ് ആക്സസ് കൊടുക്കണം, അതേപോലെ നമുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അക്കൗണ്ടുകൾ എങ്ങനെ കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ടൂളായ മെറ്റാ ബിസിനസ് സ്യൂട്ട് നമ്മൾ പരിചയപ്പെട്ടു. അതിനകത്ത് എന്താ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കണ്ടതിനേക്കാൾ ഇത്തിരി കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇൻസൈറ്റ് കാണാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം പല രീതിയിൽ ഓഡിയൻസ് ഇൻസൈറ്റ്, മെസ്സേജ് ഇൻസൈറ്റ്, അതേപോലെ പല കാര്യങ്ങൾ നമുക്ക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പേജുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മളെ ലൈവായിട്ട് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ബെഞ്ച് മാർക്കിംഗ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇൻസൈറ്റ് ഓപ്ഷനിലേക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ടൈം കിട്ടുന്ന അനുസരിച്ചൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഓരോ ഫീച്ചേഴ്സും മനസ്സിലാവും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 3-4 ഫീച്ചേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എന്താണ് ബിസിനസ് സ്യൂട്ട്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചാറ്റിലേക്ക് ചെയ്യുക, നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് കോമന്റ്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഓരോന്നായിട്ട് റിപ്ലൈ തരാം. ഓക്കെ, ഡൗട്ട്സ് അപ്പൊ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക.